അപ്പോൾ ക്വസ്റ്റ്യൻ പറയുന്നത് എന്താ? റാം ലിമിറ്റഡ് അവരുടെ ബിസിനസ് സിമെൻറ്റ് മാനുഫാക്ചറിങ് ബിസിനസ്സാണ്. അവർ കോർപ്പറേറ്റ് ഓഫീസ് കൺസ്ട്രക്ട് ചെയ്യുവാണ്. അപ്പോൾ എന്താണ്, ബുക്സിൽ ഇപ്പോൾ 50 ലക്ഷം രൂപ ക്യാപിറ്റലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അക്കൗണ്ടൻ്റ് എങ്ങനെയൊക്കെയോ കമ്പ്യൂട്ടേഷൻ എടുത്ത് 50 ലക്ഷം ക്യാപിറ്റലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്തപ്പോൾ താഴെ പറയുന്ന അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താ, ഇവരുടെ തന്നെ ഓൺ സിമെൻറ്റ് 1000 ബാഗ് ഉപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ബാഗിൻ്റെ കോസ്റ്റ് 400 സെല്ലിംഗ് പ്രൈസ് 500. അക്കൗണ്ടൻ്റ് സെല്ലിംഗ് പ്രൈസാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിങ് നടക്കുന്നതിന് മുമ്പായിട്ട് ഈ പറയുന്ന പ്ലോട്ട് ഇവരെന്ത് ചെയ്തിരുന്നു? റെൻറ്റഡ് ഔട്ട് ഫോർ പാർക്കിംഗ് വെഹിക്കിൾസ്. അതിൽ നിന്നുള്ള ഇൻകം ഏൺഡ് 25,000 ആണ്. ഇത് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട് കോസ്റ്റ് ഓഫ് അസറ്റിൽ നിന്ന്. ഓക്കെ, ഇനി അതുപോലെ തന്നെ കമ്പനിയുടെ സിറ്റുവേഷൻ നോക്കുവാണെങ്കിൽ ഇനാഗുറേഷൻ ഓഫ് ബിൽഡിങ്ങിന് വേണ്ടി 1 ലക്ഷം രൂപ കോസ്റ്റ് വന്നിട്ടുണ്ട്. അതും കോസ്റ്റിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കൺസ്ട്രക്ഷൻ നമ്മൾ നോക്കിയാൽ ഏപ്രിൽ 2018 തുടങ്ങിയത്. 9 മാസം അതിൻ്റെ കൺസ്ട്രക്ഷൻ എടുത്തു. അപ്പോൾ ഇതിനു വേണ്ടി ഒരു സ്പെസിഫിക് ലോൺ കൺസ്ട്രക്ഷന് വേണ്ടി എടുത്തിരുന്നു. ഈ ലോണിൻ്റെ 18-19 മൊത്തം ഇൻട്രസ്റ്റ് 3 ലക്ഷവും ക്യാപിറ്റലൈസ് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ ചോദ്യം ഇതാണ്, വെദർ ദി അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് മെയ്ഡ് ബൈ ദി അക്കൗണ്ടൻറ്റ് ഈസ് കറക്റ്റ്. അക്കൗണ്ടൻറ്റിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ശരിയാണോ? ഓക്കെ, ശരിയാണോ എന്ന് ചോദിച്ചാൽ അല്ല, കുറേ മിസ്റ്റേക്സ് ഉണ്ട് അതിനകത്ത്. എന്തൊക്കെയാണ് അതിനകത്തുള്ള മിസ്റ്റേക്സ്? നമ്മൾ ഫസ്റ്റ് സെൽഫ് കൺസ്ട്രക്റ്റഡ് ആയിട്ട് നമ്മൾ തന്നെ കൺസ്ട്രക്ട് ചെയ്യുന്ന അസറ്റാണ്. അപ്പം ഇൻറ്റേർണൽ ആയിട്ടുള്ള പ്രോഫിറ്റ് ഒന്നും റെക്കോർഡ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഓൺ സിമെൻറ്റിൻ്റെ സെല്ലിംഗ് പ്രൈസ് കാണാൻ പറ്റൂലായിരുന്നു, അതിൻ്റെ കോസ്റ്റേ എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ അവിടെ 10,000 ബാഗിൽ 100 രൂപ വെച്ചിട്ട് 1 ലക്ഷം രൂപ എക്സസ് ക്യാപിറ്റലൈസേഷൻ ഉണ്ട്. ഇനി അടുത്തത് നമ്മൾ നോക്കിയാൽ അവിടെ ഈ പറയുന്ന ലാൻഡിൽ കൺസ്ട്രക്ഷൻ, ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുന്നതിന് മുമ്പ് ഇത് പേ ആൻഡ് പാർക്ക് പോലെ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് പാർക്കിംഗ് ഇൻകം 25,000 കിട്ടിയിട്ടുണ്ട്. ഈ ആക്ടിവിറ്റി എന്ന് പറയുന്നത് അസറ്റിനെ റെഡി ഫോർ യൂസ് കണ്ടീഷന് വേണ്ടി നെസസറി ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയിൽ നിന്ന് കിട്ടുന്ന ഇൻകം അല്ല. ഓക്കെ, അസറ്റിനെ റെഡി ഫോർ യൂസ് കണ്ടീഷനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നെസസറി ആയിട്ടുള്ള എന്തെങ്കിലും എക്സ്പെൻസ്, അതിൻ്റെ ഇൻസിഡൻ്റലായിട്ട് വരുന്ന ഇൻകം, ഈ 2 സാധനം മാത്രമേ അസറ്റിൻ്റെ കോസ്റ്റിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇവിടെ ഈവൻ ദോ അസറ്റിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കാനായിട്ടുള്ള ഒരു ഡിലേ ഉള്ള ടൈമിൽ നമ്മളിത് യൂസ് ചെയ്തതാണ് വേറൊരു പർപ്പസിനെങ്കിൽ പോലും അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ എമൗണ്ടിനെ അസറ്റിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഇറ്റ് ഇസ് നോട്ട് നെസസറി ടു ബ്രിങ് ദി അസറ്റ് ടു ദാറ്റ് പ്രസൻറ്റ് ലൊക്കേഷൻ കണ്ടീഷൻ. ദെയർഫോർ ദിസ് ഇൻകം കനോട്ട് ബി അഡ്ജസ്റ്റഡ്. ഇത് അതർ ഇൻകം ആയിട്ട് ബിയാൻഡിൽ പോകേണ്ടതാണ്. സോ അത്രയും എമൗണ്ട് ആഡ് ബാക്ക് ചെയ്യണം. ഇനി കമ്പനി ഒരു 1 ലക്ഷം ഇനാഗുറേഷൻ കോസ്റ്റിന് വേണ്ടി മുടക്കിയിട്ടുണ്ട്. ഇനാഗുറേഷൻ കോസ്റ്റിന് വേണ്ടി വരുന്ന എമൗണ്ട് എന്താണ്? ദാറ്റ് ഈസ് ടു ബി റെക്കഗ്നൈസ്ഡ് ആസ് എക്സ്പെൻസ്. അത് PPയിൽ എടുക്കരുത്, സ്പെസിഫിക്കലി എക്സ്ക്ലൂഡഡ് കോസ്റ്റ് ആണ്. ഇനി ഓഫീസ് ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷന് 9 മാസമാണ് എടുത്തേക്കുന്നത്. നമ്മുടെ ബോറോയിങ് കോസ്റ്റ് സ്റ്റാൻഡേർഡ് ഉണ്ട്. ബോറോയിങ് കോസ്റ്റ് സ്റ്റാൻഡേർഡ് പ്രകാരം അതൊരു ക്വാളിഫയിങ് അസറ്റ് ആണെങ്കിൽ ഈ 9 മാസത്തെ ഇൻട്രസ്റ്റ് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഇത് ക്വാളിഫയിങ് അസറ്റ് അല്ലെങ്കിൽ 1 മാസത്തെയും 1 രൂപ പോലും ഇൻട്രസ്റ്റ് ക്യാപിറ്റലൈസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇവരെന്ത് ചെയ്തിട്ടുണ്ട്? 12 മാസത്തെയും ഇൻട്രസ്റ്റ് ക്യാപിറ്റലൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ എന്ത് വന്നാലും മാക്സിമം 9 മാസത്തെ വരെ നമുക്ക് ക്യാപിറ്റലൈസേഷൻ പറ്റുള്ളൂ. അപ്പോൾ ഏതാണ് ആ ഒരു സംഭവം? ക്യാപിറ്റലൈസേഷൻ എന്താണ്? എക്സസ് ഉണ്ട്. ഓക്കെ, ഒരു 3 മാസത്തെ ഇൻട്രസ്റ്റ് ക്യാപിറ്റലൈസേഷൻ 3 ലക്ഷം ഇൻറ്റു 3/12 ഒരു 75,000 എക്സസ് ഉണ്ട്. അപ്പോൾ റിവൈസ്ഡ് ആയിട്ടുള്ള കറക്റ്റ് കോസ്റ്റ് എത്രയാണെന്ന് കണ്ടുപിടിച്ച് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്? നമ്മളുടെ അക്കൗണ്ടൻറ്റ് പറഞ്ഞിരിക്കുന്ന 50 ലക്ഷത്തിൽ നിന്ന് എത്ര മാറ്റം ഉണ്ടെന്നൊന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 12 ആണ് നമ്മൾ ചെയ്യുക. ക്വസ്റ്റ്യൻ നമ്പർ 12, statement showing computation of correct cost of office, corporate office building. കോർപ്പറേറ്റ് ഓഫീസ് ബിൽഡിങ്ങിൻ്റെ കറക്റ്റ് കോസ്റ്റ് കാണിച്ചു തരുന്ന സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ നമ്മൾ പെർട്ടിക്കുലേഴ്സ് ഒരു റുപ്പീസ്, ഓക്കെ, എമൗണ്ട് കോളവും നമ്മൾ കൊടുക്കുവാണ്. പെർട്ടിക്കുലേഴ്സ് ഒരു എമൗണ്ട് കോളം. അപ്പോൾ ഇതിലേക്ക് വരുമ്പോൾ കോസ്റ്റ് ഓഫ് ബിൽഡിംഗ് ഇൻ ദി ബുക്സ് എത്രയാണ് നമ്മൾ അവിടെ നമ്മൾ തുടങ്ങുവാണ്. ബുക്സിലുള്ള കോസ്റ്റ് ഓഫ് ബിൽഡിങ്ങിന് തുടങ്ങുവാണ്. അത് 50 ലക്ഷം അല്ലേ? ബുക്സിൽ 50 ലക്ഷമാണ് കോസ്റ്റ് ഓഫ് ബിൽഡിംഗ്. അതിൽ നിന്ന് ആദ്യം ലെസ്
ഇൻറ്റേർണൽ പ്രോഫിറ്റ് ഓൺ സിമെൻറ്റ് കൺസംഷൻ. ഓക്കെ, സിമെൻറ്റ് കൺസംഷനിൽ എത്രയാണ് നമ്മളുടെ ഇൻറ്റേർണൽ പ്രോഫിറ്റ് വന്നേക്കുന്നതെന്നാണ് നമുക്ക് നോക്കാം. സോ 1000 ബാഗ്സ് ഇൻറ്റു, ഓക്കെ, 500 മൈനസ് 400 എത്രയാണ്? നമുക്ക് 1,00,000 നമുക്കവിടെ എന്തുണ്ട്? ഇൻറ്റേർണൽ പ്രോഫിറ്റ് ഉണ്ട്. 1,00,000 നമുക്കിവിടെ ഇൻറ്റേർണൽ പ്രോഫിറ്റ് ഉണ്ട്. സോ അതാണ് നമ്മളിവിടെ അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ നേരെ നമുക്ക് എഴുതാം റെഫർ നോട്ട് 1. ഓക്കെ ആണോ? ഇവിടെ നോട്ട് 1 നമ്മൾ കൊടുക്കുന്നുണ്ട്. ആ നോട്ട് 1 റെഫർ ചെയ്യാൻ നമ്മൾ കൊടുത്തു. ഇനി അടുത്തത് ആഡ് നമുക്ക് ഏതാണ് അടുത്ത ഐറ്റം? ഇൻകം ഫ്രം ഏതാണ്? കാർ പാർക്കിംഗ്. ഇൻകം ഫ്രം കാർ പാർക്കിംഗ്. ഇൻകം ഫ്രം കാർ പാർക്കിംഗ് നമുക്ക് 25,000. അതും ക്യാപിറ്റലൈസ് ചെയ്യാനായിട്ട് പാടുള്ളതല്ലായിരുന്നു. 25,000. ഓക്കെ അല്ലേ? അപ്പോൾ അത് കോസ്റ്റിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു. അപ്പോൾ അതിന് നമ്മൾ റെഫർ നോട്ട് 2 കൊടുക്കുക. റെഫർ നോട്ട് 2. ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കിയാൽ നമുക്ക് എന്തുണ്ട്? ഇനാഗുറേഷൻ കോസ്റ്റ് ക്യാപിറ്റലൈസ് ചെയ്ത് വെച്ചുകൊണ്ട് ലെസ്, ഓക്കെ, ലെസ് ഇനാഗുറേഷൻ കോസ്റ്റ് ക്യാപിറ്റലൈസ് ചെയ്ത് വെച്ചുകൊണ്ട് ലെസ് ഇനാഗുറേഷൻ കോസ്റ്റ് ക്യാപിറ്റലൈസ്ഡ്. ഓക്കെ, ഇനാഗുറേഷൻ കോസ്റ്റ് ക്യാപിറ്റലൈസ്ഡ് നമുക്ക് എത്രയത്? 1,00,000 ഉണ്ട്. അത് നമ്മൾ റെഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ അല്ലേ? ദെൻ നമുക്ക് പിന്നെ എന്താ ഉള്ളത്? നമുക്ക് എക്സസ് ഇൻട്രസ്റ്റ് ക്യാപിറ്റലൈസേഷൻ ഉണ്ട്. അത് നമ്മൾ കുറച്ച് കളിയാണ്. ലെസ് എക്സസ് ഇൻട്രസ്റ്റ് ക്യാപിറ്റലൈസ്ഡ്. ഓക്കെ, ഇപ്പോൾ എക്സസ് ഇൻട്രസ്റ്റ് ക്യാപിറ്റലൈസ്ഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് മൊത്തം ഇൻട്രസ്റ്റ് എത്രയാണ് ഈ പീരീഡിലുള്ളത്? 3,00,000 എന്നാണ് പറയുക. അതിൽ നിന്ന് 3 മാസത്തെ എക്സസ് ഇൻട്രസ്റ്റ് ആണ്. 9 മാസത്തെ ക്യാപിറ്റലൈസ് ചെയ്യാം. കൺസ്ട്രക്ഷൻ നടന്ന് 9 മാസത്തെ ക്യാപിറ്റലൈസ് ചെയ്യുക. 3 മാസത്തെ എക്സസ് ആണ്. അപ്പോൾ അതിൻ്റെയും റെഫർ നോട്ട് 4. ഇവിടെ റെഫർ നോട്ട് 4 ആണ്. ഇവിടെ ഒരു റെഫർ നോട്ട് 3 വേണം. റെഫർ നോട്ട് 3. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സസ് ഇൻട്രസ്റ്റ് ക്യാപിറ്റലൈസ്ഡ് നമുക്ക് കുറയ്ക്കേണ്ടത് 75,000 ആണ്. ഓക്കെ, എക്സസ് ഇൻട്രസ്റ്റ് ക്യാപിറ്റലൈസ്ഡ് നമ്മൾ കൊണ്ടുപോകേണ്ടത് 75,000 ആണ്. അങ്ങനെ നമ്മളുടെ കറക്റ്റ് കോസ്റ്റ്, ഓക്കെ, കറക്റ്റ് കോസ്റ്റ് എത്രയാണ് എന്ന് ചോദിച്ചാൽ കറക്റ്റ് കോസ്റ്റ് ഓഫ് ഓഫീസ് ബിൽഡിംഗ്, കറക്റ്റ് കോസ്റ്റ് ഓഫ് ഓഫീസ് ബിൽഡിംഗ് എത്രയാണെന്ന് ചോദിച്ചാൽ എത്ര വരും? 50,00,000. ഇതിൽ നിന്ന് 1,00,000 പോയി, പ്ലസ് 25, പ്ലസ് 1,00,000 കൂടി ആഡ് ചെയ്തു, മൈനസ് 1,00,000 കൂടി റെഡ്യൂസ് ചെയ്തു, മൈനസ് 75,000 കൂടി വന്നു. അങ്ങനെ 47,50,000 ആണ് നമുക്കവിടെ അതിൻ്റെ എമൗണ്ട് വരിക. ഓക്കെ ആണോ? ഓക്കെ ആണോ എവ്രി വൺ? ഇനി ഇതിനകത്ത് നമുക്ക് കുറച്ച് എന്ത് ചെയ്യാനായിട്ടുണ്ട്? നോട്ട്സ് എഴുതാനായിട്ടുണ്ട്. ഓക്കെ ആണോ? ഇതിനകത്ത് കുറച്ച് നോട്ട്സ് എഴുതാനായിട്ടുണ്ട്. സോ ഓരോ നോട്ട്സാണ് നമ്മൾ അടുത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യത്തെ ഇൻറ്റേർണൽ പ്രോഫിറ്റ് റിലേറ്റഡ് ആണ്. ഓക്കെ, ആദ്യത്തെ നോട്ട് നമുക്ക് ഇൻറ്റേർണൽ പ്രോഫിറ്റ് റിലേറ്റഡ് ആണ്.
സോ ഇൻറ്റേർണൽ പ്രോഫിറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള നോട്ട് ആദ്യം എഴുതാം. ഓക്കെ, അപ്പോൾ ഇൻറ്റേർണൽ പ്രോഫിറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള നോട്ട് ഇതാണ്. ആസ് പെർ AS10, as per AS10, one second. Okay, as per AS10 എന്താണ്? No internal profit, no internal profit should be included. Okay, no internal profit should be included in the cost of PPE. Okay, no internal profit should be included in the cost of PPE. Okay, so അപ്പോൾ ഇതാണ് ഇൻറ്റേർണൽ പ്രോഫിറ്റ് നമ്മൾ ഇലിമിനേറ്റ് ചെയ്യാനായിട്ടുള്ളതാണ്. സോ ആ ഒരു നോട്ട് നമ്മൾ എഴുതി. ഓക്കെ, സോ ദാറ്റ് ഈസ് അവർ ഫസ്റ്റ് വർക്ക്. ഓക്കെ, ഇൻറ്റേർണൽ പ്രോഫിറ്റ് ഒന്നും ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല. ഓക്കെ, രണ്ടാമതായിട്ട് നമ്മൾ കാർ പാർക്കിങ്ങിനെ കുറിച്ച് എഴുതുവാണ്. ഇൻകം ഫ്രം കാർ പാർക്കിംഗ്, ഇൻകം ഫ്രം കാർ പാർക്കിംഗ് is not related to an activity to bring the asset to bring the asset to be in available for use condition. Okay, available for use condition എത്തിക്കാൻ വേണ്ടി വരുന്ന ഒരു ആക്ടിവിറ്റി റിലേറ്റഡ് അല്ല. Therefore it cannot be adjusted to the cost of asset and to be recognized as income. ഓക്കെ ആണോ? ഇതിനെ അസറ്റിൻ്റെ കോസ്റ്റിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പാടില്ല, ടു ബി റെക്കഗ്നൈസ്ഡ് ആസ് ഇൻകം. ഓക്കെ, സോ അപ്പോൾ അതാണ് ആ ഒരു രണ്ടാമത്തെ നോട്ടുള്ളത്. ഇനി കോസ്റ്റ് ഓഫ് opening a new facility or business. Okay, cost of opening a new facility or business, such as inauguration. Okay, such as inauguration cost is a specifically excluded cost as per AS10. Okay, now cost of opening any facility or business such as inauguration cost is a specifically excluded cost as per AS10. ഇനി അടുത്ത നോട്ടിലാണ് കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് വേണ്ടത്. ബോറോയിങ് കോസ്റ്റ് ആണ്. അപ്പോൾ ആ സ്റ്റാൻഡേർഡിൻ്റെ കുറച്ച് പ്രിൻസിപ്പിൾ എഴുതണം. അപ്പം AS16 borrowing cost states that borrowing cost directly related to acquisition, construction, or production. Okay, construction. സ്പെല്ലിംഗ് തെറ്റിയിട്ടുണ്ട്. Okay, acquisition, construction or production of a qualifying asset will be added to the cost of asset. All other borrowing costs, okay, all other borrowing costs will be recognized as
expense in the period in which it is incurred. Okay. Any qualifying asset is an asset which necessarily requires a substantial period of time to get ready for its intended use or sale. Okay. In the given case, if the 9 months is considered as substantial period of time, the borrowing cost incurred during the said period can be capitalized as part of cost of building. All other borrowing costs should be recognized as expense in the period in which it is incurred. Okay. If the construction period of 9 months is not considered as substantial period of time, entire interest of rupees 3 lakhs, okay, entire interest of rupees 3 lakhs will be recognized as expense and the cost of building will be rupees 45 lakh. It will be 45 lakh 25,000. Okay. So ഇതാണ് നമ്മളുടെ ഇത് അടുത്ത നോട്ട് വരുന്നത്. ഓക്കെ. അപ്പോൾ എന്താണ് ബോറോയിങ് കോസ്റ്റിൻ്റെ സിറ്റുവേഷൻ നമ്മൾ നോക്കിയാൽ, borrowing costs that directly related to acquisition, construction or production of a qualifying asset will be or should be added to the cost of asset. All other borrowing costs will be recognized as expense in the period in which it is incurred. Okay. In your qualifying asset എന്ന് പറഞ്ഞാൽ it is an asset which necessarily requires a substantial period of time to get ready for its intended use or sale. ഇനി ഇവിടെ 9 മാസം ഒരു സബ്സ്റ്റാൻഷ്യൽ പീരീഡ് ഓഫ് ടൈം ആണെന്ന് കൺസിഡർ ചെയ്താൽ ആ ഒരു 9 മാസത്തെ ക്യാപിറ്റലൈസേഷൻ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഓക്കെ. എന്താണ് നമ്മുടെ കൺസ്ട്രക്ഷൻ പീരിയഡിൽ വന്നേക്കുന്ന ആ ഒരു എന്താണ് 9 മാസത്തെ ഇൻട്രസ്റ്റ് നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യാം. All other borrowing costs should be recognized as expense in the period in which it is incurred. If the construction period of 9 months is not considered a substantial period of time, entire interest of 3 lakhs will be recognized as expense and the cost of building will be 45 lakh 25,000 in that case. Okay ano? Fine.